ഹായ്, ഞാൻ ഇന്ന് പോകുന്നു എന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് ആരും വന്നില്ല. വരുന്നെന്ന് പറഞ്ഞ് ആ പെണ്ണ് ചതിച്ചു. വരുന്നില്ല, ഫോണേ എടുക്കണം. പിന്നെ ഈ അമ്മേനെ ആക്കിയിട്ട് എങ്ങനെ പോലും. നാളെ രാവിലെ വേറൊരു പെണ്ണുങ്ങൾ വരുന്നെന്ന് പറഞ്ഞു. അപ്പം നാളെ രാവിലെ പോകും. നാളെയാണ് വരുന്നത്. അപ്പോൾ വീടെല്ലാം ക്ലീൻ ആക്കേണ്ടി അറിഞ്ഞിട്ടാണ് ഇന്ന് പോകുന്നത്. എത്ര സങ്കടമുണ്ട്, ഒരുപാട് സങ്കടമുണ്ട് പോവാൻ പറ്റാത്തതുകൊണ്ട്. പിന്നെ നമുക്ക് മൈദ ദോശ, മൈദ ഉഴുന്ന് പരിപ്പ് അരച്ചിട്ടാകുമ്പോൾ മൈദ ഇട്ട് അരച്ച് ഉപ്പിട്ട് ദോശ ചിന്ന ചട്ടി. അപ്പോൾ രാവിലെ അതാക്കിയത്. വൈകുന്നേരത്തേക്ക് മൈദ ദോശ, അച്ചാർ. അമ്മക്ക് ഗുളിക വരില്ല. ഗുളിക കൊണ്ട മാത്രം അറിഞ്ഞാൽ ഗുളിക കൊണ്ടാന്ന് എല്ലാവരും ഗുളിക വേണ്ടാന്ന് പറയില്ല. ഇത് ഗുളിക കൊണ്ടാന്ന് പറയുന്നത്. ഒരു ദിവസം പോലും ഗുളിക കൊടുത്തില്ലെങ്കിൽ സമാധാനമില്ല. അയ്യോ ദൈവ, എനിക്ക് മറക്കാനില്ല. അമ്മ എപ്പോഴും ഇത് പാട്ട് പാടിക്കൊണ്ടിരും, ഗുളിക കൊണ്ടാന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അത് ഫസ്റ്റല്ലേ ഞാൻ പറയല്, ഇന്ന് പറയാൻ വിട്ടുപോയി. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. പിന്നെ നിങ്ങളെല്ലാവരും പ്രാർത്ഥന വേണം. ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് നാളെ ഉത്സവത്തിന് പോയപ്പോൾ പ്രാർത്ഥിക്കാം. നിങ്ങളെല്ലാവരും ഉത്സവത്തിന് വരുമെന്ന് പറയുന്നു. എല്ലാവരും വരണം. ഇത്രയും വർഷത്തേക്ക് വലിയ ഉത്സവമാണ് പാലക്കുന്നിൽ. അന്നൊരു ഭരണി മഹോത്സവം. ആറാട്ടിനും പോകാൻ കഴിഞ്ഞിട്ട. ഭരണിക്ക് അവൾ വരാതെ പറഞ്ഞിട്ടുണ്ട് പത്മാവതി ചേച്ചി. വന്നെങ്കിൽ പോകും, എന്തെങ്കിലും ഉണ്ടാക്കാൻ. അമ്മ വരുന്നില്ല. അമ്മേനെ കാറിൽ കെട്ടിയിട്ട് കൊണ്ടുപോകണം. അമ്മക്ക് ഉറക്ക ഗുളിക കൊടുത്തിട്ട് കാറിൽ കെട്ടിയിട്ട് കൊണ്ടുപോകണം. അതേ നടക്കൂ. വരുന്നില്ല, നമ്മളിവിടെ ഒന്നും വരില്ല. നമ്മൾക്ക് ഈ റൂം മാത്രം. ഇവിടെ തന്നെ മരിക്കണം എന്നില്ല ആഗ്രഹം. അതും കൂടി നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ. മൈദ ദോശ അർദ്ധ വേക്കോന്ന് ചോദിച്ചാൽ പകുതി വേണോ? ദേടാ ചുടിച്ചിരുന്നിട്ടുണ്ട്. അതെന്തറിഞ്ഞാൽ വടയിൽ പാൻപൂരി എണ്ണയിലിട്ട് കൊടുക്കണം. പിന്നെ കൊയ്ച്ചെങ്കിൽ ആ മഞ്ഞ കളർ അത് എണ്ണയിലിട്ട് കൊടുക്കണം. അതിനാണ് ഇപ്പോൾ ഇവിടെ ചുടിച്ചിരുന്നത്. ആകലില്ല എന്ന് പറഞ്ഞാൽ ആയിട്ടാണ്. പിന്നെ അമ്മന്തല്ലോ പറഞ്ഞു. ಅಮ್ಮ ಪಾರಿಂದೇನೆಲ್ಲ ತುಂಡು ಸೇರಿಸಿ ಒಂದು ಚೀಲ ಮಾಡಿ ತಂದಿದ್ದಾರೆ ಕೈಯಲ್ಲಿ ಹೋಗ್ಲಿಕ್ಕೆ. ಒಂದು ಪಚ್ಚೆ, ಒಂದು ನೀಲಿ, ಒಂದು ಹಳದಿ, ಒಂದು ಕೆಂಪು, ತುಂಡು ತುಂಡು ಜೋಡಿಸಿ ಒಂದು ಚೀಲ ಕೈಯಲ್ಲಿ ಹಿಡಿದು ಹೋಗೋದು. ಪಚ್ಚೆ ಅರ್ഞ്ഞാൽ ಪಚ್ಚ, ಹಳದಿ ಅರ್ഞ്ഞാൽ ಎಂತ? ಹಳದಿ ಯಾವ ಕಲರು? ಇವರು ಕೆಲಸದಲ್ಲಿಲ್ಲ, ಸಾಮಂತರುದಿಲ್ಲ. ಹಳದಿ ಅರ್ഞ്ഞാൽ മഞ്ഞ കളർ, പച്ച അർഞ്ഞാൽ ಕೆಲಸದವರಿಲ್ಲ, ಇವತ್ತು ಸಾಮಾನಿಲ್ಲ. ಕೆಂಪು ಅರ್ഞ്ഞാൽ ചുവപ്പ്, നീലി അർഞ്ഞാൽ നീല കളർ, നീലി. ഹളദി മഞ്ഞ. ബാക്കിയല്ല നമ്മളെ പോലെ തന്നെ ആയിരുന്നു. പറഞ്ഞിരുന്നില്ല. ಕಿರಿಕಿರಿಯಕ್ಕೆ ಕೂಡಿರು ಅಮ್ಮ. ಬೇಗ ವಡೆ ಕಾಯಿಸಿಟ್ಟ, ಕಾಫಿ ಮುಗಿಯುತ್ತದೆ. ವಡೆ ಇಲ್ಲ, ಎಲ್ಲ ತರಬೇಕಷ್ಟೆಲ್ಲ ಮುಗ್ದಿದೆ. ಇಲ್ಲ ಯಾವುದು? ಸ್ವಾಮಿ ಕರ್ಟಿಗೆ ಖಾಲಿ ಮಾಡುವ ಕೆಳಗೆ ಹಾಕಿ. ಇಲ್ಲ, ಅದೆಂತ ಎರಡು ಉಂಟು. ಇಲ್ವಾ? ಇಲ್ಲ ಇರಲಿಲ್ಲ. ಕೆಳಗೆ ಹಾಕಿದ್ದಾರೆ ಅದು ಎಲ್ಲ ಕರ್ಟಿಗೆ ಬೇಕು ಹೇಳಿ. ಅದು ಬರೇ ಕವರ್ ಮಾತ್ರ ಇದ್ದಿದೆ ಅಲ್ಲ, ನಂಗೆ ಗೊತ್ತಾಗಿದೆ. ಇಲ್ಲ, ಒಂದೆರಡು ಕಾಯಿಸಿಟ್ಟ ಕಾಫಿಗೆ ತಕ್ಕ.
ಬ್ಯಾಂಕ್ ಸಹ ಹೋಯ್ತು ನಮ್ಗೆ ಈ ಥರ വട ഇല്ല വട തീർന്നിനി ഇപ്പൊ പോയിട്ട് കൊണ്ടുവന്നു ನಿನ್ಗೆ ಬೋಧ ಉಂಟು ആ ಇಷ್ಟು ಹೊತ್ತು ಮಲಗುದು ಬ್ಯಾಂಕ್ ಕೂಡ ಬಂದಾಗಿ ಹೋಯ್ತು ബാങ്ക് ಇವತ್ತಿಲ್ಲ ಶಿವರಾತ್ರಿ ಅಲ್ಲ ರಜೆ ಬಂದ ಬೆಳಿಗ್ಗೆ ಇಲ್ಲ എല്ലാവരും അമ്പലത്തിൽ പോയിനാ ನನಗೆ ಇದಾಗುದಿಲ್ಲ ಒಡೆ ತೆಗೆದ എല്ലാവർക്കും ನನಗೆ ಇದು വ്രതം ಬೇಡ ಇದು ಏನು ಒಳ್ಳೇದಿಲ್ಲ ಇದು എനിക്ക് എവിടെ പോവാൻ പറ്റില്ല അമ്പലത്തിലൊന്നും പോവാൻ പറ്റില്ല ഭയങ്കര സങ്കടമുണ്ട് ഓക്കെ ബൈ ബൈ